പോക്കോയുടെ പോക്കോ X3 Pro എന്ന ഫോണിൻ്റെ ലോഞ്ച് ഡേറ്റും ഏകദേശം കുറച്ച് സ്പെസിഫിക്കേഷൻസൊക്കെ ലീക്ക് ആയിട്ടുണ്ട്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പോക്കോ X3 Proൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. പോക്കോയുടെ X3യുടെ സക്സസറായിട്ട് പുതുതായിട്ട് വരുന്നൊരു ഫോണാണ് പോക്കോ X3 Pro. ഇതിപ്പോൾ ഏകദേശം ഒരു ലോഞ്ച് ഡേറ്റും ചെറിയ കുറച്ച് സ്പെസിഫിക്കേഷൻസൊക്കെ ലീക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഡിസ്പ്ലേയിൽ 120 ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റ് വർക്ക് ചെയ്യുമെന്നാണ് ഇപ്പം കിട്ടിയ വാർത്തകളിൽ നിന്നൊക്കെ നമുക്കറിയാൻ കഴിയുന്നത്. നല്ലൊരു കൂടിയ റിഫ്രഷ് റേറ്റിൽ വരുന്ന ഒരു ഫോൺ തന്നെയായിരിക്കും പോക്കോയുടെ X3 Pro. ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആയിട്ടായിരിക്കും ഈ ഫോൺ വരുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. IPS LCD ഡിസ്പ്ലേയോ അല്ലെങ്കിൽ AMOLED ഡിസ്പ്ലേയോ ആയിട്ടായിരിക്കും വരിക. ഡിസ്പ്ലേയുടെ ഈ കാര്യത്തിൽ ഒരു സ്പെസിഫിക്കേഷൻ ഇതുവരെ ലഭിച്ചിട്ടില്ല. 20,000 താഴെ മറ്റു ഫോണുകളിലെല്ലാം AMOLED ഡിസ്പ്ലേ കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ഈ ഫോണിലും ചിലപ്പോൾ AMOLED ഡിസ്പ്ലേ തന്നെ ആയിരിക്കും വരിക. ഈ ഫോണിൻ്റെ 3 കളർ വേരിയൻ്റ് ആണ് ഇപ്പോൾ അവൈലബിൾ ആവുക എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ബ്ലൂ, ബ്ലാക്ക്, ബ്രൗൺസ് അങ്ങനത്തെ 3 കളറിലായിരിക്കും ഈ ഫോൺ പുറത്തിറങ്ങുക. സ്നാപ്ഡ്രാഗൻ്റെ 860 എന്ന് പറയുന്ന ഒരു പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരിക എന്നാണ് ഇപ്പോൾ അറിയുന്നത്. 855-നേക്കാട്ടിലും കുറച്ചുകൂടി മെച്ചപ്പെട്ടതും 865-ന് തൊട്ട് താഴെ നിൽക്കുന്നതുമായിട്ടുള്ളൊരു പ്രോസസ്സറായിരിക്കും 860. ഈ പ്രോസസ്സർ ഇപ്പം കറൻ്റ്ലി ലോഞ്ച് ചെയ്തിട്ടൊന്നുമില്ല. ഈ ഫോണിലൂടെ ആയിരിക്കും ചിലപ്പോൾ ഈ പ്രോസസ്സർ ലോഞ്ച് ചെയ്യാമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു പ്രോസസ്സറൊക്കെ കൊടുത്തിട്ടും ഈ ഫോണിൽ 5G സപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നില്ല എന്നാണ്. ഫ്യൂച്ചർ പ്രൂഫിന് വേണ്ടി ഇപ്പോൾ എല്ലാവരും 5G തിരഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവർ 5G കൊടുക്കാതെയാണ് പോക്കോയുടെ X3 Pro ഇറക്കാൻ പോകുന്നത്. ഈ ഫോണിൻ്റെ 2 റാം വേരിയൻ്റ് ആണ് അവൈലബിൾ ആവുമെന്നാണ് അറിയാൻ കഴിയുന്നത്. 6GB 128GB വേരിയൻറ്റും 8GB 256GB വേരിയൻറ്റും. പിന്നെ ഈ ഫോണിൽ അത്യാവശ്യം നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട്. 5200 mAh നല്ലൊരു ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഫാസ്റ്റ് ചാർജിങ് ആയിരിക്കും. ചാർജറിൻ്റെ സ്പീഡൊന്നും ഇതിലിപ്പം മെൻഷൻ ചെയ്തിട്ടില്ല. ക്യാമറ വിഭാഗവും ഇപ്പോൾ അവർ കൺഫേം ചെയ്തിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും. ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് മാർച്ച് 30 ആണെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ പ്രൈസ് വരുന്നത് ഒരു 21,000 പ്രൈസ് റേഞ്ചിലായിരിക്കും എന്നാണ് ഇപ്പോൾ കമ്പനിയുടെ ഭാഗത്തു നിന്ന് കിട്ടിയ പുതിയ റിപ്പോർട്ടുകൾ. അപ്പോൾ എന്തായാലും ഈ ഫോണിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതുപോലുള്ള മൊബൈൽസ് ആൻഡ് ഗാഡ്ജറ്റ്സ് റിവ്യൂസിനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാം.